ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യെസ് ഗൈസ്, പവറായിട്ടാണോ? മലയാളിണ്ട് ഇവിടെ, ചെറിയ മലയാളിണ്ട്, വലിയ മലയാളിണ്ട്. ശല്യപ്പെടുത്തുന്നത് അല്ലേ? തിന്നാനായിട്ടൊരു യാത്ര തുടങ്ങിയ പോലെ ആയി പോയിട്ടോ. അപ്പൊ രാവിലെ എണീക്കുന്നേരം ഫുഡ്, രാത്രി ഫുഡ്. അതന്നെ നമ്മള് പറമ്പുന്നുണ്ടാക്കി കഴിക്കുന്നു അല്ലേ? എത്ര 10 മുട്ട മേടിച്ചിട്ട് ഒന്നുപോലും പൊരിച്ചെന്നില്ല മഞ്ഞങ്ങൾ. പിന്നെ വേറെ സാധനം ഉള്ളിയാ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡും അത് ഒരാള് ഇന്നലെ പൊരിച്ചതാണ്. മീൻ കിട്ടിയാല് ഉച്ചക്ക് മീൻ കറി ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസ്ഥ എന്താ? ഇത് രാത്രിയത്തെ ചിക്കൻ കറി കേട്ടോ. ബ്രെഡിന് കൂട്ടാൻ വേണ്ടി, ചൂടാക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പോ നമ്മള് കുറച്ച് മുമ്പ് ഡ്രോൺ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. നമ്മളെ ക്യാമ്പിങ്ങിന്റെ സ്ഥലങ്ങൾ യാസിനൊക്കെ ആഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആഡ് ചെയ്യ വെക്കാം. കുറച്ച് ഭാഗങ്ങൾ യാസിനൊക്കെ ഡ്രോൺ ഷോട്ടുകൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അക്കുക്കാന്റെ ഡ്രോണിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചാട്ടോ. ഇന്ന് മീൻ മേടിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് മീൻ കഴിക്കുക. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അജയ് എങ്ങനെ എപ്പടി ഇരിക്കടാ ബ്രഹ്മപുത്രന്റെ സൈഡിലെ ക്യാമ്പിങ്? അടിപൊളിയല്ലേ? അത് നോക്കണം. ഇവിടെ ആണെ ഫുള്ളും മണലും. അതെ, അമ്മമാർക്ക് അറിയത്തില്ലല്ലോ, അമ്മമാരെ ചളിയിലിറക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്തിരിക്കുന്ന എവിടെയാണെന്നറിയോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, നോർത്ത് ഈസ്റ്റിന്റെ ഏറ്റവും വലിയ റിവറായ ബ്രഹ്മപുത്ര റിവറിൻ്റെ അടുത്താണ്. പിന്നെ നമ്മൾ ഈ റിവർ ഇന്ത്യയിലോട്ട് കയറുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അജയ്, അത് സയന്റിഫിക്കലായിട്ട് പറഞ്ഞു കൊടുത്തേ. ഇന്ത്യക്ക് ഒരു റിവർ കയറുന്ന അതിനെന്താ പറയുക? ഉത്ഭവം എന്ന് പറയില്ലല്ലോ. അത് ചൈനയിൽ നിന്നാണ് ബ്രഹ്മപുത്ര വരുന്നത്. അപ്പോൾ നമ്മൾ ആ ബ്രഹ്മപുത്ര ഇന്ത്യൻ്റെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്ത് വരുന്ന ഒരു വില്ലേജ് ഉണ്ട് ഇവിടെ. ആ വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. പുട്ടാണെന്ന് വിചാരിക്കേണ്ട, സത്യമാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിൽ വരുന്നേ, ഇന്ത്യയിൽ കേറുന്ന വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന്. ശിവന്മാരോടെ കുറെ ആൾക്കാരാ. ആ പോരല്ലേ? കമോൺ. ആ ഉണക്ക മീനൊന്ന് പണ്ടത്തെ മീനാ. ആ ആ ആ കമോൺ. ആ ആ ആ കൊക്കല്ല, കൊയ്യാണെന്ന് തോന്നുന്നു. ഗൈസ് ഇതാക്കണ, ഇവിടെ ഇതാക്കണ ചെറിയ മീനുകൾ കണ്ടില്ല? ഈ മീനെയാ പിടിച്ചത്. എന്തായാലും മച്ചിലി പിടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പരിപാടി യാസിനിക്ക നോക്കിയ, യാസിനിക്ക നോക്കിയ. ഇത് എളുപ്പല്ലോ. ഗൈസ്, മച്ചിലിനെ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഞാൻ പോയോട്ടെ ഭയ്യാ. പോലെ 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 केरला से मछली किधर है? नीचे में, इधर में। ये छोटा नहीं है, बड़ा नहीं है, बड़ा बड़ा है, बड़ा हुए। ये ഇത് കുഞ്ഞി കുഞ്ഞി നോക്ക്. ഇത് കുഞ്ഞി കുഞ്ഞി. ഇതിപ്പോ എങ്ങനെ ഇറക്കുക? കുഞ്ഞി കുഞ്ഞി
കിലോ 10 അല്ല അത് ഇവിടെ 4-5 ജാതി മീൻ കിട്ടും. 4 ജാതി പാത്രം വെച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ പരിചയപ്പെടുത്തണ്ടേ? ഭയ്യ आपका नाम? नाम लुसन ലൂസോൻ. കുറച്ച് റഫാണ് ടഫാണ്. भैया आपका? किरण. केरला नेम है आपका? गोटी गोटिन. എവിടെ പോയതാണെന്ന് തോന്നുന്നു രക്ഷപ്പെടാൻ വേണ്ടിട്ട്. ഓ രക്ഷപ്പെടാൻ നോക്കിട്ട് മരിച്ചു. ആവശ്യമില്ലാത്ത പണിക്കുന്നിട്ടല്ലേ? വെള്ളത്തിൽ ജീവിക്കുന്ന മീന് രക്ഷപ്പെടാൻ വേണ്ടി കരയിൽ കൂടെ ഓടി. അങ്ങനല്ല മനുഷ്യ അത് രക്ഷപ്പെടാൻ നോക്കിയതാ. ആ അപ്പൊ അതല്ല നമ്മളെ കൊണ്ടുപോയിനു. അപ്പൊ ചാടി രക്ഷപ്പെടാൻ നോക്കിയാ വെള്ളത്തേക്ക് വീണില്ല, കരയിൽ തന്നെ വീണ്. കുത്തിയാലോ? മീനെങ്ങനെ കുത്തുക? എന്റെ കയ്യിലിരിക്കണ മീൻ എങ്ങനെ കുത്തുക? കുറച്ച് ആകാശത്തേക്ക് കണ്ടിട്ട് മീനെ കാണില്ല. അതാണ് ബോസ്. ഓ ഫയൽമാൻ മനു അടിപ്പിക്കടാ. മസിൽ കാണിച്ചാ മതിയോ? എടാ ആ മീന്റെ വായിൽ വേറൊരു മീന് വേണ്ടാ. മീനൊരു മീനെ തിന്നതിന്റെ ഇടയിൽ കൂടെ ജീവൻ ഇട്ടത് പിടക്കുന്നുണ്ട് കൈസ്. പടക്കിന മീനാണോ? ഇതെങ്ങനെ വീണാ നിന്നെ കൊല്ലു. നിന്നെ തോട്ടിലിടുന്ന പറഞ്ഞേ ഗൈസ്. ഇവര് മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതത് തകരപ്പായാണോ? അതെ എടുത്തതാക്കണം. വലിയൊരു മീൻ അതിൽ കുടുങ്ങിണ്ട് കണ്ടോ. ഫുൾ മീൻ മേരെ പാസ് മാലിക്കേ ഫുൾ മേടിക്കും. യാസിനിക എന്തായാലും കൊറേ ഹിന്ദി ഒക്കെ പഠിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണെന്ന് അറിയില്ല. ഒറ്റക്ക് വിട്ടതിന് വെച്ചാണെന്ന് തോന്നുന്നു. നോക്കി എല്ലാം വെച്ച് കുഞ്ഞു മീനാട്ടോ അധികം. ചോട്ടാ വാല മച്ചിലേക്ക് കരയുക. പിടിക്കലും ഇടലൊക്കെ ഒരുമിച്ചാട്ടോ. എടാ ആകെ ഒരു മീനടാ കിട്ടിയ. അടുത്തത് വലുത്. പാവടാ ഭ്രാന്ത. ഇറങ്ങി ഓടിക്കോടാ. എന്നെ ചിലപ്പോ കൊല്ലാനുള്ള. ഇതിനൊക്കെ എന്ത് ചെയ്യും? എന്തോ പറയുന്നുണ്ട്. ज्यादा मिलता है अभी वो वाला आएगा ना, वो वाला लेकिन एंगुंडा मिलता है. അവന് വേറെ വേറെ മീനൊക്കെ ഉണ്ട് കേട്ടോ. അത് बेतला बोलो उसको. और नाम क्या है? बेतला बोलो. बेतला बोलो. अमेरिका है ना? अमेरिका अमेरिका नहीं है. इधर ये तो उसको बोलो उत्तपी. ഇവനെന്തോ അടിച്ചാടാ. കൗണ്ടർ അടിച്ചാ. അപ്പൊ ഗൈസ് ഇവനൊക്കെ കടി കണ്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോഴേ ഓർമ്മിച്ചൊന്നും കിട്ടൂലെന്ന്. എന്റെ മോന്ന കണ്ടില്ലേ പാവം. നിങ്ങൾക്ക് എന്താ പറയാനുള്ള ഇവരുടെ വിഷമത്തിൽ? നിങ്ങളൊരു കാര്യം ചെയ്യും, സ്പോൺസർ ചെയ്യുന്നവരെ വേണ്ടല്ലേ. നമ്മള് പോയി കഴിഞ്ഞിട്ട് പശു തിന്നതിന് ബാക്കി എന്തെങ്കിലും വന്ന് നമ്മള് ഉണ്ടാക്കിയ ചിക്കൻ കറിയും ബ്രെഡും പശു ഇങ്ങനെ ചുമ്മാ തമാശക്കാണെങ്കിൽ പറഞ്ഞോളൂ. ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. थोड़ा वीडियो भी बना के ഗൈസ്. അപ്പൊ आपको बता सकते हैं. आपके पास है क्या वीडियो अपना वाला वीडियो? अपना YouTube चैनल है. मैंने जो रात को होल्ड किया था भाई. ये रात को नहीं है उतना अंधेरे में. എന്താ പറഞ്ഞേ? രാത്രി എടുത്ത വീഡിയോ ഉണ്ടോ? ഇല്ല. इनको जो आप लोग हम लोग है ना ये GoPro में वीडियो. പിന്നെ എന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് ഇവരൊക്കെ. അതെ. എവിടുന്നാണ്? ഇവനെ
അല്ല അല്ല എവിടുന്നാണ് ചോദിച്ചു നോക്കട്ടെ എന്താണ് ടൈംസ് ഓഫ് ഇന്ത്യ. എന്താ സംഭവം വലിയ അത്രയും വലിയ ന്യൂസ് ചാനൽ അറിയില്ലെങ്കിൽ ഗൈസ് അപ്പോൾ നമ്മള് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ടീംസ് നമ്മളെ വണ്ടിയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ട് അറിഞ്ഞും കഴിഞ്ഞിട്ട് ന്യൂസ് ചാനലുകാർ വന്നതാ. ഓര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ റിവറില് വെള്ളം കുറഞ്ഞോണ്ടിരിക്കുക. അതൊന്നല്ല ആണ്, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. ഓരോ വർഷം കൂടുമ്പോൾ വെള്ളം കുറഞ്ഞോണ്ടിരിക്കുക. ഇവരെങ്ങനെ വന്നേ? ചൈനയിൽ ഡാം കെട്ടിയിട്ട് ചൈനയിൽ ഡാം കെട്ടിയിട്ട് ഒരു വെള്ളം ഇങ്ങോട്ട് ഒഴിക്കൽ കുറവാണെന്നാ പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ന്യൂസ് റിപ്പോർട്ട് അപ്പൊ നമ്മളോട് കുറച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. ഓ അങ്ങനല്ലേ. നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പ് ഒരുക്കി അവരോട്. കുളിക്കാൻ കുളിക്കാന്ന് വിചാരിച്ചു. 2 ദിവസമായില്ലേ? ബക്കറ്റും കപ്പ് ഉണ്ടായിരുന്ന കോരി കുളിക്കായിരുന്നു. കാരണം യാസിനിക്ക് നീന്താൻ അറിയാം. അല്ല നമ്മളിപ്പോ ഭയങ്കര ചാനലുകാരൊക്കെ വന്ന് നമ്മൾ പിടിക്കുന്നുണ്ട്. ആടെ നിന്ന് കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ഈ യാസിനിക്ക് ഈ കുളം പറ്റിച്ചു, കലക്കി ഒറ്റക്ക് ഈ കാണുന്നതല്ലേ ഇപ്പം വെറും വൃത്തിയിട്ടോ കണ്ടില്ലേ? അവിടെ പോയ ചോദിക്കുന്നത് അത് ചമ്മി ഇതാ കംപ്ലീറ്റ് മാൻ. 2 ഷമ്മികളും കൂടി കൂടിയിട്ട്. भाई आपका नाम? मोहम्मद नमरोज, मैं सिलावथार से हूँ। ओके कौन सा टीवी चैनल के लिए? प्रतिदिन टाइम का। അപ്പൊ പ്രതി ടൈമില് എല്ലാരും പോയിട്ട് കാണണം. भाई जी आपका? मेरा नाम सुमन सुनवाल है, सिलापत्थर का। ओके इधर भी है प्लेस? हाँ ये सिलापत्थर। ലോഗോ दिखाओ ചാനൽ ദാദാ असमीज चैनल प्रतिदिन टाइम। നിങ്ങൾ ഇങ്ങോട്ട് നിക്കി. ഓരെന്തിനാ വന്നേ? അവര് ഈ ബ്രഹ്മപുത്ര റിവറിൽ ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം ഇതിൽ ഒരുപാട് വെള്ളം വരുന്നതാണ്. ഇപ്പം ചൈനയിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തത് കാരണം ഇവിടേക്ക് വെള്ളത്തിന്റെ ഇത് കുറവാണ്, നീരൊഴുക്ക് കുറവാണ്. അപ്പൊ അതിനെ കുറിച്ച് ഇവരൊരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നമ്മളെ കണ്ടത്, നമ്മളിവിടെ ക്യാമ്പ് ചെയ്ത്. അപ്പൊ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വന്നാണ്. അപ്പൊ നമ്മള് ബൈറ്റ് എടുത്തു അല്ലേ? ഞാൻ വിചാരിച്ചേ നമ്മളെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് വന്നിരിക്കുന്നു. ഗൈസ് ഇതാണ് കേട്ടോ ബ്രഹ്മപുത്രയിൽ ഒരു 5-10 കിലോമീറ്റർ നീളമുള്ള ഒരു പാലം കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇതിൻ്റെ അപ്പുറത്തായിരുന്നു ക്യാമ്പ് ചെയ്ത്. അപ്പോൾ ഒന്ന് കുളിക്കാൻ ഒരു സ്ഥലം നോക്കി വന്നതാണ്. നമ്മൾ വണ്ടി അവിടെ റോഡിൽ ആ മരത്തിൻ്റെ ചോട്ടിലിട്ടിട്ടുണ്ട്. യാസനിക്ക വന്ന് നമ്മൾ ബൈക്കിൽ അവിടെ ഉണ്ട്. അപ്പോൾ ബ്രഹ്മപുത്രയിലൊന്ന് കുളിക്കണം. 2 ദിവസമായി കുളിച്ചിട്ട് അക്കുക്ക ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കുളിക്കണം എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കണം. അപ്പോൾ ആശാനൊന്ന് കുളിക്കാൻ വേണ്ടി വന്നതാണ്. സൺബാത്ത് ആട്ടോ, വെറൈറ്റി സാധനമാണ്. ഫ്രീ ആയിട്ട് ഇവർക്കൊരു ലക്ഷങ്ങൾ വിലയുള്ള ഒരു മസാജ് കിട്ടി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് 3 എണ്ണം കിടക്കുന്നുണ്ടാ. ഇത് നമ്മളെ സയന്റിസ്റ്റ് ആട്ടോ, സയന്റിസ്റ്റിനെ കണ്ടുകൊടുത്താൽ സയന്റിസ്റ്റാണ് ഈ സോയിലിന്റെ ഇത് പറഞ്ഞത്, ഗുണം പറഞ്ഞത്. ഇതിന്റെ പേരെന്താണ്? മുൾത്താണി മിട്ടി. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോ നല്ല സാധനമാണ്. ഒന്നും നോക്കിയില്ല. ആദ്യം ടെസ്റ്റ് ചെയ്ത് ആദ്യം ടെസ്റ്റ് ചെയ്ത് സയന്റിസ്റ്റിന്റെ മേലെ ടെസ്റ്റ് ചെയ്തു. പിന്നെ അവരെ എന്നെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഈ പറമ്പ് മൊത്തം ഓടിച്ചു. ആ തലേതാണ് മനു പിടിച്ച് മനു കെട്ടി പിടിച്ച് നിങ്ങളെ കേട്ടില്ല. നിന്നെപ്പം എടുത്തു ടീഷർട്ട് കേട് വരും. കുളിക്കാൻ ഇറങ്ങിയാലോ? ഞാൻ ഇറങ്ങണം. അണ്ണനുള്ള സാധനം ഉണ്ടാക്കി മാനുഫാക്ചറിങ് കാണിച്ചു കൊടുത്തേ. അണ്ണനെ പിടിച്ച് ഭയ്യാ പക്കടാ ഉസ്കോ പക്കടാ ചോറേ ചോർ. ഓനെ മോള് പോയിട്ട് പറമ്പ് മൊത്തം ഓടിച്ചിട്ട് പിടിക്കൂ. അത് ഓടിക്കണ അത് തൂക്കിക്കൊണ്ടുവരോനെ. ഞാനും കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷർട്ട് അയക്കുന്ന പോലെ കാണിച്ചിട്ട് മുങ്ങിയതാട്ടോ. റോഡ് വരെ എത്തിയിട്ട് ഓന ഗൈസ് നല്ല രസമാട്ടോ. ഇതൊക്കെ അടിച്ച് പൊളിയാണ്. ഇവിടെ ഒരേ രക്ഷ ഇന്നലെ തൊട്ട് നല്ല വിറ്റാ, എങ്ങോട്ടും പോകുന്നൊന്നുമില്ല. അപ്പോൾ ഏകദേശം നമ്മൾ രാവിലെ 6 മണിക്ക് എങ്ങനെ എണീച്ചിട്ടുണ്ട്. ഇതുവരെ ഇവിടുന്ന് പോകാനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇനി ബൈക്ക് ഇതിലൂടെ അങ്ങ് കൊണ്ട് അവിടെ എവിടെയോ ആണ് അവന്മാരെ കയറ്റിയത്. ഗൈസ് യാസി നിങ്ങളെ ഫോണിൽ ആരാ വിളിക്കുന്നത്? ഓ എല്ലാത്തിനും ഭ്രാന്തായിക്കുണ്ടോ? ചളി തേച്ച് ഭ്രാന്തായതാണെന്ന് തോന്നുന്നത്. മനു നിന്റെ ഉണങ്ങിയടാ, നിന്റെ ഒട്ടി. ആരൊരാൾ ഫോൺ അടിയുന്നുണ്ട്. യാസീനിക്കാന്റെ ഫോണാണോ നോക്ക്. അജയ് എവിടെ പോയി? എന്റെ ഫോണിൽ ആരോ വിളിക്കാനാ? ചെല്ലുമ്പോഴി ഫോണ്. യാസീൻ റൈഡർ കൽപ്പറ്റ. യാസീൻ വിളിക്കുന്നുണ്ട്. കള്ളക്കുരുപ്പ്. ഹലോ
ഹലോ എന്തായി ക്യാമറ ഓണാണേ. ഉണ്ട് നാലാളും കൂടെ ഉള്ളു. ഗൈസ് ചളി ഇതാക്കണം മേലിൽ നിന്ന് ഇങ്ങനെ ഒട്ടി 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 ഇതൊന്നും ഇങ്ങനെ പറിച്ചിട്ടെ. എന്താ മുതലിന്റെ സ്കിന്ന് പോലെ അതെ അല്ലേ? പുറമൊക്കെ നോക്കി പുറമൊക്കെ ഫുള്ള് ഇവന്റെ പുറം മുതലേട്ടേ അതിലെന്റെ സൗണ്ട് എന്താ? ഫുള്ള് ചളിയൊക്കെ സൺബാത്തൊക്കെ സെറ്റ് ആയിട്ടോ. എല്ലായിടത്തും പുറമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊളിച്ച് ഇനി ബ്രഹ്മപുത്ര കലക്കാൻ വേണ്ടി പോവാണ്. വേഗം ചെല്ലു ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് റൈഡിലെ എൻജോയ്മെൻറ്റുകൾ കേട്ടോ. പക്ഷേ ഇതൊന്നും ഞങ്ങൾ ആദ്യം ആസ്വദിക്കലായിരുന്നു. ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി ഇങ്ങനെ നോക്കായിരുന്നു. ഇപ്പോൾ ഫുള്ള് ചില്ലും പൊളിയായിട്ട് ഇതാക്കണം ഒരേ കളി. എടാ മനുവിനെ നോക്കണേ. അപ്പോൾ ഗൈസ് വെളുത്തോ പൊളിച്ച് ഞാൻ അങ്ങോട്ട് വരാം കുളിക്കണോ? അപ്പോൾ ഗൈസ് ഞാനൊന്ന് പോയി കുളിച്ചാൽ കേട്ടോ. ആ ചാർജ് ഇല്ല ഗൈസ്. ഇത് കണ്ടങ്ങളാ മലയാളി വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് യാത്ര ചെയ്യുന്നതിന്റെ ഒരു വൈബ് ഇപ്പം കിട്ടിട്ടോ. ഭയങ്കര റിലാക്സ്ഡ് യാത്ര ചെയ്യിപ്പോയി. കുറച്ച് ദിവസം ഇതുണ്ടാവും. കുറച്ച് കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ബിസി കാര്യങ്ങളായിരിക്കും. കാരണം നമ്മളെ പേപ്പർ വർക്ക് നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ കയറുന്ന കുറേ പരിപാടികൾ ഉണ്ടാവില്ല മനോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തായ്ലൻഡിലും കംബോഡിയയിലും ലാവോസിലൊക്കെ നമ്മൾ കാറും ബൈക്കും നമ്മളെ കൂടെ വരുന്ന ബാക്കി ബൈക്കുകളൊക്കെ വേക്കില് മുമ്പിൽ കാറൊക്കെ വെച്ച് പോകുന്നതിനുള്ള റൊമാൻറ്റിഫിക്കേഷൻ കഥയും പറഞ്ഞിട്ടാണ് നമ്മൾ പോകാറുള്ളത്. ആലോചിച്ചിട്ട് തന്നെ എന്തോ പോലെ പവർ തന്നെ. ഭയങ്കര ആവേശത്തിലാണ് യാത്ര വീണ്ടും തുടങ്ങിയതിന് ശേഷം. നമ്മളിത് ഇപ്രാവശ്യം നമ്മൾ തീരെ കാണാത്ത കാഴ്ചകളാട്ടെ കാണാൻ പോകുന്ന. ആൾക്കാർ അധികം കാണിച്ചു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സ്ഥലങ്ങളിലോട്ടൊന്നും. പിന്നെ ഇപ്പോൾ അരുണാചലിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ സമയമാണ്, വിന്ററാണ്. ഈ ഇവിടെ കുറച്ച് പാറ്റകൾ ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ നല്ല അടിപൊളിയായി നമ്മൾ കാണാനോ. ഇതുണ്ടെങ്കിൽ എന്താ വ്യൂ അല്ലേ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടോ. ഫ്രണ്ടിലോട്ട് അതൊക്കെ നമ്മൾ അടുത്ത ക്യാമറ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ക്യാമറ അതും ഒക്കെ ഹീറോ ഞാനിടല്ലേ. ഒന്ന് ഞങ്ങൾ അടിച്ചു മാറ്റുന്നതായിരിക്കും ഇതിന്റെ ഉള്ളിലൊന്നുണ്ട്. മുതലാളി നമ്മളോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറയാണ്. ഓന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കാറിൽ നിന്ന് വീഡിയോ എടുക്കാൻ നല്ല രസം കിട്ടും. കാറ്റൊന്നും കിട്ടില്ല വിചാരിക്കാം. എന്തായിരിക്കും ഒന്ന് വാണ്ടി ഓന് റീൽസ് എടുത്ത് കൊടുക്കാനായിരിക്കോ? ഓനോട് പോയി പണിയൊക്കെ അറിയോ ഗൈസ്. ചെങ്ങായി ഫുള്ള് റീൽസ് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി മാത്രമാണ്. ഓനെ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓനൊന്ന് വിളിച്ചു വിടാം നമ്മളെ യാസീൻ, മഫ് യാസീനെ. അതെ ഒരാൾ എന്താ പറയുന്നത് നോക്കാം. സൈൻ ബോർഡ് നോക്കണേ. പറടാ. പാസികെട്ട് പാസികെട്ട് റൈറ്റ് കീപ്പ് ചെയ്ത് പോണേ. അവിടെ സൈൻ ബോർഡ് ആയിട്ടില്ലേ? ഞങ്ങള് നീല എടുക്കുന്നുണ്ട്, മാക്സിമം എടുക്കുന്നുണ്ട്. ഇപ്പോഴും വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഗൈസ് ഇന്ന് വ്യൂ കുറച്ച് കാണിക്കുന്ന വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഓൾറെഡി വന്ന റൂട്ടായതുകൊണ്ടാണ് വ്യൂ കുറച്ച് കാണിക്കുന്നത്. ഇന്ന് ഫുഡും അതൊക്കെ. നാളെ മുതലാണ് റോഡ് മാറാൻ വേണ്ടി പോകുന്നത്. കണ്ടാ നമ്മൾ ടൂട്ടിങ്ങിലോട്ടുള്ള റൂട്ടിൽ കയറി കഴിഞ്ഞു. ഇവിടെ ഒരു പമ്പിൽ നിർത്തിയിട്ട് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചങ്ങായി കൊടുക്കത്തെ വിശപ്പാന്ന് ഒരു പണി എടുക്കുക. എന്റെ മുതലാളി എത്രയോ നല്ലായിരുന്നു. എന്റെ മുതലാളിക്ക് ഒരു നേരം വെച്ചുണ്ടാക്കി കൊടുത്തതിന്റെ സുഖമായിരുന്നു. ഇതിപ്പോ 3-4 നേരമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് രാവിലെ തലേന്ന് രാത്രി കഴിക്കണ ഭക്ഷണം കഴിക്കുക, ഉച്ചക്ക് സ്കിപ്പ് ചെയ്യുക, രാത്രി രാവിലേക്കും കൂടി ഉണ്ടാക്കുക. ഇല്ല, അത് ഉച്ചക്ക് സ്കിപ്പ് ചെയ്യണ പൈസ അത് ഉറക്കം വന്നിട്ടാണ്. എന്തായാലും എന്തെങ്കിലും കഴിക്കണം മനുഷ്യനായാലേ. അത് നിങ്ങള് ഇത് മറ്റേ ആ വയസ്സിനൊന്നും ഇപ്പൊ കാണാനില്ലാതായിക്കണം. ഒരു ഡ്രസ്സ് ഇങ്ങനെ നടന്നു പോണ ലുക്ക് ആയിക്കണം.
അതങ്ങനല്ല. എടാ, പോകുമ്പോണ്ടല്ലോ ശരിക്കുള്ള ഫുഡ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗാമൈസിന്റെ ഞങ്ങൾ എങ്ങനെയാണെന്നറിയോ? അല്ലല്ല ഓരതാണ് ശരിക്കുള്ള ഫുഡ് സ്റ്റൈൽ. ഒരു രാവിലെ 10 മണിയാകുമ്പോ കടും കെട്ടിക്ക് ചോറ് കഴിക്കും, പിന്നെ ഒരു 5 മണിക്ക് ഭക്ഷണം കഴിക്കും, പിന്നെ അങ്ങനെ കഴിക്കണം. 5 മണിക്ക് കഴിച്ചിട്ട് പിന്നെ അവര് നടക്കാനും അതിനൊക്കെ പോകും. നമ്മള് 3 നേരം നേരെ പോയി കിടക്കത്തില്ല. നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി കിടന്ന് കുറച്ചേരം ഫോണിൽ കളിച്ചതൊക്കെ അല്ലേ പരിപാടി. നമ്മൾ അതുകൊണ്ടല്ല, നാഗായിട്ടല്ല, നമ്മൾ മടിയന്മാരായതാ. നമ്മളല്ല ഇങ്ങള്. അതാണ് ശരിയായത്, മടിയൊക്കെ ഞാൻ ഈ ഉള്ളി ഇത്ര പകുതി മുക്കാൽ മുറിച്ചാനാണ് ലാസ്റ്റ് വീഡിയോ ഞാൻ എടുക്കാൻ പോയപ്പോ കേറിയിരുന്ന്. നമ്മുടെ ഷെഫ് മാറിക്കണം കേട്ടോ, ആ കാര്യം പറയാൻ വിട്ടുപോയിക്കണ്. ഞാൻ ഒഫീഷ്യൽ ടേസ്റ്റർ മാത്രമേ ഷെഫ് ഇതാണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിട്ടോട്ടെ. സയന്റിസ്റ്റ് ആയി ഇവര്. ശരിക്കും എനിക്ക് എന്താ തോന്നുന്നത്, ആ ക്യാമ്പസിലെ കുക്കാണ്. ഓരോ ഉള്ളി മുറിക്കലും ഇവൻ പോണേ കണ്ടിട്ടില്ലേ? രാവിലെ ഒന്ന് പോയിക്കാനുണ്ട്, പിന്നെ തിരിച്ചു വരും. പിന്നെ അവനൊരു ഉച്ച സമയത്ത് പോകും, പിന്നെ ഒരു വൈകിട്ട്. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. അതന്നെ. അപ്പൊ ചായ അടിയാണല്ലോ പിള്ളേർക്ക് മുതലാളി ഇതെങ്ങനെ മുറിക്കേണ്ടത്? അത് 4 കഷ്ണമാക്കിയാൽ മതി. ഈ ഒരു കഷ്ണം 4 കഷ്ണം. അപ്പൊ ഇന്നും ചെരങ്ങ് കറി അല്ലേ? കാസർഗോഡ് ഭാഷയില് ചെരങ്ങ് കറി, നമ്മളെ ഭാഷയില് മത്തൻ കറി. വേറെ എന്തെങ്കിലും ഐറ്റംസിന് ഈ പേരിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? അല്ല, ഈ ഐറ്റംസിന് ഈ മത്തങ്ങക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഈ മത്തങ്ങക്ക് മത്തങ്ങ എന്ന് പറയും, പംകിൻ എന്ന് പറയും, പിന്നെ ഞങ്ങൾ കാസർഗോട്ടേല് ചെരങ്ങ എന്ന് പറയും അല്ലേ? അപ്പൊ നിങ്ങളുടെ നാട്ടില് ചെരങ്ങ? ഇവിടെ 95 ഉറുപ്പിയുടെ 94 ഉറുപ്പിയാണ് കേട്ടോ പെട്രോളിന്. ഡീസലോ? ഡീസല് 80 അല്ല 79. 79. ഓ മുതലാളി ജസ്റ്റ് മിസ്. ഇവിടെ 79 ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ആസാമില് 81 കണ്ടപ്പോ ഇവിടെ 2 ഉറുപ്പ്യ എല്ലാത്തിനും കുറവാന്ന് പോയി പറഞ്ഞീനി. അങ്ങനെ 79 പറഞ്ഞു. പെട്രോളിന് ആസാമില് 96 ഓക്കെ. നമ്മളങ്ങനെ ടൂട്ടിങ്ങിലോട്ടുള്ള റോഡ് കയറിയിട്ടോ. ടൂട്ടിങ്ങിലോട്ടുള്ള റോഡ് കയറിയപ്പോൾ നമുക്ക് വഴി ചെറുതായിട്ട് തെറ്റി. അതായത് പിന്നെ ഗൂഗിൾ മാപ്പിൽ ഒന്ന് നമ്മളെ മെച്ചൂക്ക റൂട്ടിൽ കൂടെ പോയിട്ട് ടൂട്ടിങ്ങിലോട്ട് പോവാം, അല്ലെങ്കിൽ നമ്മളിതാ ഈ പോകുന്ന റൂട്ട്. അപ്പോൾ നമ്മൾ മെച്ചൂക്ക റൂട്ടിലോട്ട് പോകണ്ട, പാസിഗേട്ടിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് യംക്യോങ് എന്ന് പറഞ്ഞ വഴിയിലൂടെയാണ് ടൂട്ടിങ് പോകേണ്ടത്. അപ്പോൾ ഒരു ചങ്ങായിനെ അവിടെ നിന്ന് പരിചയപ്പെട്ടപ്പോൾ, നമ്മളെ പമ്പിലെടുത്ത് ഫുഡ് കഴിച്ചപ്പോൾ പരിചയപ്പെട്ടപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാണ്. പിന്നെ പുള്ളിക്കാരൻ ഒരു കാര്യം കൂടി പറഞ്ഞ്, റോഡില്ല എന്ന് പറഞ്ഞ്. ഒട്ടും റോഡില്ല, റോഡൊക്കെ വളരെ മോശമാണ്. അപ്പം പോയി നോക്കാം എന്തൊക്കെ ആവും എന്തോന്ന്. നമ്മളെ ടീംസ് അതാ മുന്നിൽ. ഇതുവരെ നമ്മൾ കാറ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ബൈക്കിലും അവരെല്ലാവരും കാറിലുമാണ്. അപ്പോൾ കാറിലുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഹായ് ബൈ കാണിച്ചു തരാം. എല്ലാവരും കാണല്ലേ? ആക്കൊക്കെ ഉമ്മയൊക്കെ തരുന്നത്. അപ്പോൾ നമ്മളിന്നിപ്പം ഇറങ്ങിട്ടോ. സമയം 2:45. ഇന്നിപ്പോൾ എത്ര ദൂരം എത്തുമെന്നൊന്നും അറിയില്ല. ഏകദേശം എത്തുന്ന ദൂരത്തെ എത്തട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോണത്. പോയി നോക്കാം. ഇതുവരെ വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല, ആ ഒരു ടെൻഷനിലാണ് ഞങ്ങളുള്ളത്. ഓ, നല്ല റോഡില്ല കേട്ടോ. ഇവിടുത്തെ ഇപ്പോൾ ലെഫ്റ്റ് എടുക്കണം. യെസ്, യാങ്ക്യോങ് ഇതാണ് നമ്മളെ റോഡ്. ലെറ്റ്സ് ഗോ. മീൻ വലയൊക്കെ ഉണ്ട്, കാരണം ഇവിടെ പുഴ അടുത്തുണ്ടായതുകൊണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാം മറ്റേ കുടിൽ പോലത്തെ വീട് കേട്ടോ, നമ്മൾ സ്ഥിരമായിട്ട് കാണില്ലേ ആ ടൈപ്പ്. ഗൈസ്, നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. ഗെയിങ് എന്നാണ് തോന്നുന്നത് ഈ വില്ലേജിൻ്റെ പേര്. ഇതാക്കണ ഫുള്ള് ഓലൻ്റെ വീടുകളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് അടിപൊളി ഒരു വില്ലേജിലെ. ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വേറെ തന്നെ വ്യൂ. അപ്പുറത്ത് മലന്റെ മുകളിൽ സൂര്യപ്രകാശം തട്ടുന്നത്, താഴോട്ട് സൂര്യപ്രകാശം വരുന്നില്ല. ഇപ്പൊ അസ്തമിക്കും, വേറെ ഒന്നല്ല. ബോസ് ഇപ്പൊ പോകും. ബോസ് പോയ പിന്നെ നല്ല തണുപ്പുണ്ടല്ലോ പുറത്തിറങ്ങുന്ന നേരം. വണ്ടിന്റെ ഉള്ളിൽ ചൂട്. രാത്രി അടിപൊളിയല്ലേ? വില്ലല്ലേ, വില്ലകൾ. എവിടെ? നിങ്ങള് ക്യാമറ ആയിട്ടാണ് പോണത്, നിങ്ങൾക്ക് അറിയില്ല. തല്ലുള്ള ഞാൻ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ലല്ലോ. അപ്പൊ ഗൈസ്, അരുണാചലിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ചെടികളാട്ടോ കാണുന്നത്. കാട്ടപ്പ. കാട്ടിൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധനമാണ്. അതല്ലേ ആ കാട്ടപ്പാന്ന് പറഞ്ഞത്. മറ്റേ കയ്യിൽ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാ,
കമ്മ്യൂണിസ്റ്റ് അപ്പാന്നല്ല. കമ്മ്യൂണിസ്റ്റ് പച്ച കമ്മ്യൂണിസ്റ്റ് പച്ച. അങ്ങനെ പറയോ? നിന്റെ നാട്ടിലെന്താ പറയാ? നിന്റെ നാട്ടിലെന്താ പറയാ? മുറുക്കുട്ടിക്ക് പറയണ സാധനല്ലേ? നിന്റെ നാട്ടിലെന്താ പറയാ? എനിക്ക് ഇതിന്റെ പേരെന്നറിയില്ല. എന്റെ നാട്ടിൽ ഇതിന് കാട്ടപ്പാന്നാ പറയാ. സത്യോ സത്യോ എന്നാ പറയാ, കമ്മ്യൂണിസ്റ്റ് അപ്പ. അപ്പാന്നാ. അപ്പൊ എന്റെ നാട്ടിൽ ഇതിന് കാട്ടപ്പാന്ന് പറയാറുണ്ട്. ഇനി പച്ചാന്നാണോന്നൊക്കെ സംശയം. അപ്പൊ ഗൈസ് നമുക്ക് ഈ മലയുടെ മുകളിലോട്ടാട്ടോ പോണ്ടത്. യാസിനിക്ക പോയില്ലേ? യാസിനൊക്കെ വെച്ചൊരു ജെറ്റല്ലേ? നമ്മള് ഇവിടെ ഇത് ഹോസ്പിറ്റലാണ് പോലും ഇതിന്റെ ഉള്ളില്. ഇത് ഹോസ്പിറ്റലാ? അതല്ല ആ ബോർഡ് കൊടുത്തേ. ആ ഒരു ചെക്കനായിരുന്നടാ, നിങ്ങൾ വെറുതെ സീനാക്കി. ആരാണെങ്കിലും കുളിക്കണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കേറി. ഇതായിരിക്കും ഹോസ്പിറ്റല്. ചോദിച്ചോക്ക്. വണ്ടിയൊക്കെ കൂട്ടിണ്ട്. ആ അത് കടയാ, കുറുക്കുറ മേടിക്കാവാ. ഇത് ഷോപ്പാ? ആ ഷോപ്പാ. ദുക്കാനാന്ന് ചോദിച്ചോക്ക്. ദുക്കാനേനാ? ആ ദുക്കാനാണ്. അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മൾ വില്ലേജിലോട്ടുള്ള റോഡ്. അതിൻ്റെ മുകളിൽ അവിടെ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. കുക്കാക്ക് തിന്നാൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കണം. ഇതാട്ടോ ഇവിടുത്തെ ഓരോരോ വീടുകളും ഇവിടുത്തെ ഈ കിടിലൻ വീടാണുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഒരു കിടിലൻ വീടുണ്ട് കേട്ടോ ഇവിടുത്തെ. ഈ വീട്ടിൽ നിന്നാണ് ആരൊക്കെ വിളിക്കാൻ വേണ്ടി പോയതാ. ഇതാണ് കേട്ടോ ഇവിടുത്തെ വില്ലേജത്തെ വീടുകളെ ടൈപ്പ് അല്ലേ. അവിടെ ആ സൈഡിലൊക്കെ സോളറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോളാർ കറണ്ട് ഇല്ലല്ലോ. കറണ്ട് ഉണ്ടോ? सोलर पी ये केबल क्या के लिए? अभी नहीं അപ്പൊ അബി വന്നില്ലെന്നാ പറഞ്ഞേ. അബി എപ്പോഴാ വരാ? അവിടെ കണ്ടോ ഓറഞ്ചിന്റെ മരം? ഓറഞ്ചിന്റെ മരമൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പൊ സീസൺ ആകുമ്പോ അവിടെ ഇതാക്കണ നമ്മള് പോയി ഓറഞ്ച് കുറച്ചു ചോദിച്ചു നോക്ക്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയാട്ടോ അത്. നിങ്ങൾ കണ്ടതാ ഒരു സൈഡില് എന്നാ കിടിലം വില്ലേജ് ആണ് അറിയോ. ഓ പൊളി. ആ മലന്റെ മുകളിൽ അവിടെ അങ്ങോട്ടൊക്കെ വലിയ വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് പോകുന്ന. നമ്മളിപ്പോ ഫൗണ്ടേഷൻ എങ്ങനെ കൊടുക്കുന്നത് ഈ ഹിൽ ഏരിയ ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചു സേഫ്റ്റിക്ക് വേണ്ടിട്ടല്ലേ. ഫൗണ്ടേഷൻ വരെ കുറച്ച് മുകളിലോട്ട് പില്ലർമേലാട്ടോ എല്ലാ വീടുകളും പില്ലറിലാട്ടോ ചെയ്ത് വെച്ചേ. പണ്ടത്തെ വീടാണെങ്കിലും മരത്തോടുള്ള പില്ലറാണ്, പുതിയ വീടാണെങ്കിൽ കോൺക്രീറ്റ് പില്ലർ തന്നെയാണ്. പണ്ടത്തെ പാലം കണ്ടോ അവിടെ താഴെ. നമ്മൾ ഏകദേശം ടൗൺഷിപ്പൊക്കെ വിട്ടിട്ട് ഒരുപാട് ഉള്ളിലോട്ടാട്ടോ പോകുന്നത്. പിന്നെ ഇതാക്കണം ഈ സൈഡിൽ നമ്മൾ അവിടെ നിന്ന് മാത്രം ആ വില്ലേജുകളൊക്കെ കണ്ട. വില്ലേജൊക്കെ ഈ സൈഡിൽ മുകളിലായി പോയി. അപ്പോൾ നമുക്ക് ഈ മലൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറി ഈ ഇതുവരെ നമ്മൾ ഈ സൈഡിലൂടെ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാം. അവിടുത്തെ ആൾക്കാരൊക്കെ പണി കഴിഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നത് കാണാം. പാടു വില്ലേജ്, പാടു ഗൈസ്, എല്ലാവരും കൂടി പാടു. യാസിനിക്ക എവിടെ? യാസിനിക്ക ആ വില്ലേജിലാണ് നിർത്തിയിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. പക്ഷെ റേഞ്ച് ഒന്നുമില്ല. ഇക്കതാക്കണ റെസ്റ്റ് എടുക്കാണ്. ഞങ്ങളവിടെ വില്ലേജിൽ വീഡിയോ എടുക്കാൻ നിർത്തി. നീ എടുത്തിട്ടുണ്ടോ വീഡിയോ? നീ വീഡിയോ എടുത്തിട്ടുണ്ടോ? ഞങ്ങളപ്പുറത്തെ വില്ലേജൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ പോകുന്ന റോഡിന്റെ ഭംഗിയുണ്ട്. ഇതാട്ടോ അരുണാചലിന്റെ ഏറ്റവും കിടിലൻ സ്ഥലങ്ങളാണ്. ഈ സമയത്ത് വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെ അരുണാചൽ പ്രദേശ് കാണാൻ പറ്റുക. കൃഷിയൊക്കെ കഴിഞ്ഞ് ഈ സൈഡിലൊക്കെ കിടിലൻ വ്യൂ ആട്ടോ. നമ്മളെ യാസിനിക്ക ഫ്രണ്ടിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നത് കൊണ്ടാണ് നമ്മളെ വീഡിയോ ഇന്ററപ്റ്റഡ് ആയി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വഴി ടൂട്ടിങ്ങിലോട്ട് 262 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇന്ന് എത്താൻ കഴിയില്ല എന്തായാലും. നാളെ എത്താനായിരിക്കില്ല. അപ്പോൾ ഞാൻ സംശയമുണ്ട്. അക്കുക്കാക്ക് നല്ല ക്യാമ്പിങ് സ്പോട്ടുകളൊക്കെ ഉണ്ട്, ക്യാമ്പ് ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് പറഞ്ഞു വരുന്നത് മഞ്ഞ കുറച്ച് സ്ട്രാക്ക്. അപ്പോൾ ഗൈസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭംഗിയും പിന്നെ ഈ റോഡ് BROന്റെ റോഡാണെന്നുണ്ട്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പണിത റോഡാണെന്ന് തോന്നുന്നു. അത്യാവശ്യം വൃത്തിൻ്റെ. ഇത് നമ്മൾ ഇംകിയോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നവരെ ഇങ്ങനെ തന്നെ റോഡ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ എന്താ സ്ഥലത്തിന്റെ പേര്? ഷൂട്ടിങ്ങിലേക്ക് പോണ കുറച്ച് ദൂരം മാത്രമുള്ള മോശം റോഡ് ഒന്നുമില്ലേ? റോഡാണ്. നല്ല വ്യൂ ആട്ടോ, കാണാനുള്ള ഭംഗിയാണ്. റോഡിന്റെ റോഡും കൂടി കട്ടറായി കഴിഞ്ഞാൽ ഈ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നല്ല കിടിലൻ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഈ മലന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. ചങ്ങായി തങ്ങളുടെ ജാക്കറ്റൊക്കെ ഇട്ട് കയറ്റുന്നുണ്ട്. യാസിനിഖാന്റെ കൂടെ കയറിയാന്ന് പൊടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് യാസിൻ ഖാന്റെ കൂടെ.
നീ മിസ് ചെയ്യേണ്ടതൊന്നും. ഓന് ആകെ കുറച്ച് ദിവസമല്ലല്ലോ. വ്യൂ കണ്ടിട്ടേ എല്ലാം വണ്ടി ചാടി പറയാൻ നോക്കാം. യാസിനിക്ക ചിലപ്പോ കേട്ടിലുണ്ടാവില്ല, വാശിക്ക് സോളോ അടിച്ച് വൈബായിട്ട് പോവാ യാസിനിക്ക. അപ്പൊ ഗൈസ് നമുക്ക് മുന്നോട്ട് പോകാട്ടോ. ഇപ്പോഴാട്ടോ കിട്ടി ഗൈസ്. ഇത് കണ്ടോ നിങ്ങള്, നമ്മള് പോകുന്ന റോഡാട്ടോ ഇത്. ആഹാ, രണ്ട് സൈഡ് ഇങ്ങനെ പാറ തുറക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴാട്ടോ മനസ്സിലായത്. അതെ, കണ്ടതാ ഇത് എങ്ങോട്ട് പോവാ നമ്മളെ കൊണ്ടുപോകുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒടുക്കത്തെ തണുപ്പും ടണല് പോലെ തന്നെ തോന്നുന്നുണ്ട്, കാശ്മീറൊക്കെ ഉള്ള പോലെ. ഒടുക്കത്തെ തണുപ്പ് ഇവിടെ പുറത്തൊക്കെ ഇങ്ങോട്ടിട്ടിട്ട്. നമ്മള് പോകുന്ന വൈകളാട്ടത് മലന്റെ മുകളിലൊക്കെ കണ്ടില്ല, ചില്ലറ സംഭവമൊന്നുമല്ല. അരുണാചൽ പ്രദേശിന്റെ ഭംഗിയാട്ടോ ഇത്. വേറെ ഒരു റോഡ് കൺസ്ട്രക്ഷൻ ടീമിനും നടക്കൂല. 100% ഉറപ്പാ. BRO മാത്രം ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ. എത്ര മോശം സ്ഥലം കൂടിയാണെങ്കിലും BRO കട്ട്സ് ക്രിയേറ്റ് റോഡ്. നമ്മളിത് അവിടെ ഒരു സ്കൂളാണ്, നാളെ കാണിച്ചു തരാം, ഇപ്പൊ കാണൂല. സ്കൂളിന്റെ അവിടെ കണ്ടുപിടിച്ച് ഉള്ളി മുറിക്കുന്നുണ്ട്. മലയാളികളുണ്ടാവും. മലയാളികൾ ഉണ്ടാവും വിചാരിച്ച് കയറിയത്. ഇവിടെ അത് ആരുമില്ല. സ്കൂള് വേറെ, മലയാളികളുടെ സ്കൂള് വേറെ തന്നെയായിരിക്കും ലുക്ക്. ഇത് പക്ഷേ ഗവൺമെന്റ് സ്കൂളായി പോയി. ഇതാണ് ഇന്ന് മേടിച്ച ക്യാനറ്റ്. 25 ലിറ്ററാണ് ഗൈസ്. ഇനി നമ്മള് ഫുള്ള് വൺ സെറ്റപ്പ്. എന്തിന് അക്കൊക്കെ നമ്മള് നാശാക്കാൻ വേണ്ടിട്ട് ഇന്ന് ചിക്കൻ വാങ്ങിക്കണേ ഗൈസ്. ദൈവമാണ് ഗൈസ്, ദൈവം. ദൈവത്തെ കണ്ടിട്ടില്ല നിങ്ങള് കണ്ട് എവിടെ മതിയോ? മൂപ്പര് പറഞ്ഞ അത്രേ ഉള്ളൂ. എല്ലാം ഞാൻ മേടിച്ചു തരും, പക്ഷെ എന്നെ യൂട്യൂബ് ചാനൽ ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് പൊക്കി പറയണം. പറഞ്ഞോളി, എന്താണ് എത്ര പൊക്കണ്ടേ? നല്ല പൊക്കല നടക്കണ്ട്. ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനവിടെ പണിയെടുക്കുന്നതാണെന്നില്ലേ. പിന്നെ ഈ കൂട്ടത്തില് തീരെ പണിയെടുക്കാത്ത ഒരാള്. അതെ, ഈ തന്നെ. അത് ഞാൻ പറയും. ഞാൻ ഇല്ല, എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഒട്ടും പണിയെടുക്കില്ല. എനിക്ക് ഒരു പണിയുമില്ല. വണ്ടി ഓടിക്കാൻ, എഡിറ്റ് ചെയ്യുക, ഈ 2 പണിയാണ് എനിക്കറിയുള്ളൂ. ഞാൻ കുക്ക് ചെയ്താൽ എന്താ അറിയോ, കൊളാവും. ഞങ്ങള് പിന്നെ ക്യാമ്പിംഗ് കേട്ടോ, തീ ഇട്ടോണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്തോ. ഞാൻ പോരേന്ന് നമ്മളിവിടെ തീ ഇടാണ്. രാവിലെ അത് ഇവിടെ നിന്ന് മാറ്റണം, കാരണം സ്കൂളിന് മുമ്പിലാണ് തീ. ഇത് വലിയ വലിയ കുട്ടൊക്കെ എന്തായാലും നോക്കാം. അല്ല, നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു പെൺകുട്ടി വന്നില്ലേ, എന്ത് ഇവരെ ഇത് നോക്കണം കേട്ടോ. നമ്മള് 5 പേരുണ്ടായിട്ടും ഇവിടെ വന്നിട്ട് നമ്മളോട് പിന്നെ ഇവിടെ സേഫ് അല്ലെങ്കിൽ വീട്ടിൽ വരാനൊക്കെ. അങ്ങനല്ല, നിങ്ങള് വൈകിട്ട് ഒരു അമ്മേനോട് സംസാരിച്ചില്ലേ? നിങ്ങള് വൈകിട്ട് ഒരു അമ്മേനോട് സംസാരിച്ചില്ലേ? ആ അമ്മ പറഞ്ഞിട്ടാണ് ആ മോളെ എന്തിന് നമ്മളിവിടെ സേഫ് ആണോ ഇല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ചെന്നോളാൻ പറഞ്ഞിട്ട്. ഞങ്ങള് ഷോപ്പിൽ വന്നപ്പോ ഇവിടെ ഉണ്ട് പിന്നെ യാസിൻ ഭയങ്കര പെൺകുട്ടീനായിട്ട് സംസാരിച്ച് ഹിന്ദി സംസാരിച്ചിട്ട് പഠിക്കണേ. അപ്പൊ എന്താ വെച്ചാ പറഞ്ഞ വീട്ടിലേക്ക് വിളിച്ചു എന്നാണ്. യാസീനല്ലേ, നമുക്കെല്ലാം അറിയുള്ളൂ. എന്താ പറഞ്ഞ എന്താ മനസ്സിലായി ദൈവത്തിനറിയാം. എനിക്കെല്ലാം മനസ്സിലായിക്കണേ. അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞേ, അമ്മ പറഞ്ഞിട്ടാണ് വന്നതെന്ന്. ഓളും ഓളെ പെങ്ങളും അനിയനും ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ട്. ആണോ? നമ്മൾ കൊറേ വട്ടം വിളിച്ചിട്ടോ. ഈ മര്യാദക്ക് വേണ്ടി വിളിച്ചല്ല, കൊറേ വട്ടം വിളിച്ച് ചെല്ലണം. നമുക്കിവിടെ ക്യാമ്പ് അടിച്ച് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടില്ല. പിന്നെ എന്നാലും ആ മനസ്സ് ഉണ്ടല്ലോ, അത് വേറെ ആർക്കും ഉണ്ടാവില്ല. ഇവിടെ എത്ര ആളുകൾ ഇവിടെ വന്നു പോയി, ആരും പറഞ്ഞില്ലല്ലോ. ഇല്ല, പുതിയ ആൾക്കാർ ഇങ്ങനെ വരുന്നു. അപ്പൊ ഗൈസ് ഉള്ളിലേക്ക് മുറിക്കട്ടെ. ഉച്ചക്ക് മത്തൻ കറി വെച്ച് കാണിച്ചു കൊടുത്തു. എല്ലാം കാണിച്ചു കൊടുത്തേനു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മുതൽ പൊളി വീഡിയോസ് വരുന്നത്. റോഡും വളരെ മോശം. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് വൻ ശോകമാണ് കേട്ടോ ഗൈസ്. അത് കാരണമാണ് ഈ വീഡിയോസിന്റെ ഒക്കെ ഡിലേ വന്നത്. പിന്നെ അതും കൂടെ ഒന്ന് സഹകരിക്കണം നിങ്ങൾ. ഫുഡ് ഉണ്ടാക്കി ഇതൊക്കെ കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ. ഈ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മൂപ്പരെ വണ്ടി നമുക്ക് വേണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അതിന് ചാർജ് ചെയ്തിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മൂപ്പരൊക്കെ സ്വർഗത്ത് കേറിയില്ലെങ്കിൽ വേറെ ആരും എന്റെ അഭിപ്രായത്തിൽ ലോകത്ത് അക്കുക്ക് കഴിഞ്ഞിട്ട് വേറെ ആരും സ്വർഗത്ത് കയറും. സ്വർഗത്തിൽ കയറുള്ളൂ അല്ലേ? എത്ര പോരാ അക്കുക്ക? പൊക്കി പറയണ്ടോ, സൗണ്ട് മാറ്റി പറയണെന്ന് മൂപ്പരാണ്.